ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. MCOM സെക്കൻഡ് സെമസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് മാൻ പവർ എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ എലമെൻ്റാണ് ഇൻ എനി ബിസിനസ് പ്രോസസ്. വർക്ക് ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്യാപിറ്റലായിട്ടാണ്. എംപ്ലോയ്ഡ് along with money and machine to achieve the specified organizational goals. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പലവിധ ഗോൾസ് ഉണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ആണ് മണി, മെഷീൻ. അതിൻ്റെയൊക്കെ ഒപ്പം എംപ്ലോയ്ഡ് ചെയ്യുന്ന ഒന്നാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. ബട്ട് ഈ ഒരു മെയർ എംപ്ലോയ്മെൻറ്റ് ഓഫ് മണി, മെൻ, മെറ്റീരിയൽ, മറ്റ് റിസോഴ്സസ്, അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് റിയലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യണം, ട്യൂൺഡ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, മോഡിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ബിസിനസ് ഓപ്പറേഷൻ്റെ ഏർലി സ്റ്റേജസിലൊക്കെ പീപ്പിൾ ആർ നോട്ട് വ്യൂഡ് ആസ് റിസോഴ്സ് ഓഫ് ദ ഫേം. പീപ്പിളിനെ നമ്മളങ്ങനെ ഒരു വലിയൊരു റിസോഴ്സ് എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കിയിരുന്നില്ല ആദ്യ കാലങ്ങളിൽ. ദേ ആർ ട്രീറ്റഡ് ജസ്റ്റ് ആസ് ലേബർ ടു സർവ് സം ലിമിറ്റഡ് പർപ്പസസ്. അവർ ജസ്റ്റ് ഒരു ലേബറായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരു ലിമിറ്റഡ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ലേബേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു. ആ ദിവസങ്ങളിൽ പെർഫോമൻസ് ഓഫ് പീപ്പിൾ വാസ് മോസ്റ്റ്ലി കൺസേൺ ടു സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓണേഴ്സ് ഓൺലി. ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പണിയെടുക്കാൻ കുറച്ച് ആളുകൾ എന്നുള്ള രീതിയിൽ അവരുടെ പെർഫോമൻസ് അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു മോഡേൺ ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇൻ ദ മോഡേൺ പ്രോഗ്രസീവ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇത് അപ്പിയർ ചെയ്യുന്ന ഒരു റീമാർക്കബിൾ ചേഞ്ചാണ് ആ ഒരു പീപ്പിളിൻ്റെ റോളിൽ. അതായത് അവരുടെ എഫേർട്സ് നല്ല രീതിയിൽ വിലമതിക്കാൻ തുടങ്ങി, കോർഡിനേറ്റ് ചെയ്യാൻ, സർവ് കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. അതിൻ്റെ റിസൾട്ടായിട്ട് പീപ്പിൾ വ്യൂ ചെയ്യണമെന്ന് എന്താണ്? പീപ്പിളിനെ ആളുകൾ വാല്യുബിൾ റിസോഴ്സ് ഓഫ് ഓർഗനൈസേഷനായി കണക്കാക്കാറായി തുടങ്ങി. ഇൻ ഓർഡർ ടു ഗൈഡ് ആൻഡ് ലീഡ് ദീസ് റിസോഴ്സസ് ടു ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ റിസോർട്ട് ടു ടെക്നിക് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. എന്തിനു വേണ്ടി? ഗൈഡ് ചെയ്യാൻ, ലീഡ് ചെയ്യാൻ, ഈ ഒരു പീപ്പിൾ എന്ന റിസോഴ്സസ് നല്ല ഡിസൈഡ് ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കാൻ ഓർഗനൈസേഷൻ റിസോർട്ട് ചെയ്യുകയാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. HRM എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, USA, ദ ലാർജസ്റ്റ് പ്രൊഫഷണൽ അസോസിയേഷൻ ഡിവോട്ടഡ് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഡിഫൈൻ ചെയ്യുന്നു HRM ഒരു ഫോർമൽ സ്ട്രക്ചറാണ് പറയണത്. വിത്തിൻ ആൻ ഓർഗനൈസേഷൻ responsible for all the decisions, strategies, factors and principles, operations, practice, functions, activities and methods related to the management of people. ഇതെന്ന് പറഞ്ഞൊരു ഫോർമൽ സ്ട്രക്ചറാണ്. ഇവിടെ ഓർഗനൈസേഷൻ, വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനുള്ളിൽ അവിടെ അതൊരു റെസ്പോൺസിബിളാണ്. എന്തിന്? എല്ലാ ഡിസിഷൻസിനും, സ്ട്രാറ്റജീസിനും, ഫാക്ടേഴ്സ്, പ്രിൻസിപ്പിൾ, ഓപ്പറേഷൻസ്, പ്രാക്ടീസ്, ഫങ്ഷൻസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്യണ എന്താ? മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളാണ്. ഈ ഒരു ഡെഫിനിഷൻ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിനൊക്കെ എഴുതിയാൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും.